ഈ ശരീരഭാഗം ജോയിയുടെ തന്നെ സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയമായ, അതായത് ഈ റോബോട്ടിന്റെ സഹായത്തോടെ തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ ഈ സ്കൂബ ഡൈവിംഗ് വിദഗ്ധർ തന്നെ ഉള്ളിലേക്ക് പോകേണ്ടതായിട്ടുണ്ടോ? സംസാരിക്കും. അനുസരിച്ച് 10 മീറ്റർ ഉള്ളിലായിരുന്നു ശരീരഭാഗങ്ങൾ കണ്ടതായി ഒരു സംശയമുണ്ടായിരുന്നത്. ജെൻ റോബോട്ടിന്റെ ക്യാമറയിൽ അങ്ങനെയായിരുന്നു തെളിഞ്ഞിരുന്നത്. എന്നാൽ മുങ്ങൽ വിദഗ്ധർ ആ സ്ഥലത്ത് പോയി പരിശോധന നടത്തി തിരിച്ചു വന്നപ്പോൾ അവിടെ ശരീരഭാഗങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ജെൻ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞ മനുഷ്യ ശരീരം എന്ന് തോന്നിക്കുന്ന ദൃശ്യങ്ങൾ അതിപ്പോൾ ക്യാമറയിൽ കാണുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാര്യമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്, കാരണം ആ പ്രദേശം മുഴുവൻ മാലിന്യമുണ്ട്, ചെളിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാരണം ശരീരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയിരിക്കാം. അതായിരിക്കാം ഒരു പ്രധാന കാരണമായി പറയുന്നത്. എന്നാലും ഈ മാലിന്യത്തിൻ്റെ ഉള്ളിൽ തിരച്ചിൽ നടത്തിയിട്ട് അവിടെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. അങ്ങനെയാണ് മുങ്ങൽ സംഘം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ക്യാമറയിൽ ഇപ്പോൾ നേരത്തെ പതിഞ്ഞ ദൃശ്യം ഇപ്പോൾ ദൃശ്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കാം. ഏതായാലും മൃതദേഹം വളരെ ദൂരേക്കൊന്നും പോയിട്ടില്ല, സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മാലിന്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സമുണ്ടാക്കുന്നത്. പാറ പോലെ ഉറച്ച മാലിന്യമാണ്. മാത്രമല്ല, വെളിച്ചക്കുറവുണ്ട്, അസഹ്യമായ ദുർഗന്ധമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു അനാസ്ഥ. ഇവിടെ അനാസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നഗരസഭയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നഗരസഭയുണ്ട്, പിന്നെ മാത്രമല്ല നമ്മൾ ജനങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന ചവറ്, അതെല്ലാം നമുക്ക് അത്തരം ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ അവിടെ നടക്കുന്ന പരിശോധനയുടെ കൂടുതൽ വിവരങ്ങളാണ് അറിയേണ്ടത്. അതായത് സ്കൂബ ഡൈവിംഗ് ടീം ഇതിൻ്റെ ഉള്ളിലേക്ക്, ടണലിൻ്റെ ഉള്ളിലേക്ക് നീങ്ങിയിരിക്കുന്നു. 2 പേർ പോയി തിരിച്ചു വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കട്ടുകൂടി കിടക്കുന്ന മാലിന്യം തന്നെയാണോ ഇപ്പോഴുള്ള ഈ പരിശോധനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നത്? അതെ, ഈ മാലിന്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, അവിടെ മൊത്തം ഇരുട്ടാണ്, അതും ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ കട്ടികൂടിയ മാലിന്യത്തിൻ്റെ ഇടയ്ക്കൂടെ പോയി വേണം ഈ ഒരു പരിശോധന നടത്താനായിട്ട്. അവർ ക്യാമറയിൽ തെളിഞ്ഞ ആ ഒരു ദൃശ്യത്തിൽ നിന്ന് ആ ഒരു സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ ഇപ്പോൾ അവിടെ മൃതദേഹമൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും പരിശോധന 24 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ജോയിയെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഏവരുടെയും പ്രാർത്ഥന. ജീവനോട് തന്നെ ജോയി വരട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പുതിയ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കഴിയുന്നത്. ലിബീഷ്, ഏതായാലും ഇപ്പോൾ വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ ടീമിന്റെ ഉദ്ദേശം? നിതീഷ്, പ്രധാനമായും പറയാനുള്ളത്, ഇന്ന് രാവിലെ മുതൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയ പ്രദേശത്തിൽ നിന്ന് അന്വേഷിച്ചും ഇന്ന് കൂടുതലായും ഇപ്പോൾ തെരച്ചിൽ നടത്തും. അതായത് ഈ ആളെ കാണാതായി എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ് തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. ഏതായാലും അതിനടുത്തുള്ള ടണലിനുള്ളിലേക്ക് ആളുകൾ കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതായത് ഈ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ നടത്തുന്ന സംഘം അതിനുള്ളിലേക്ക് കയറി വേസ്റ്റ് നീക്കം ചെയ്ത് കണ്ടെത്താനുള്ള ഒരു സാഹചര്യമുള്ളത്. ഏതായാലും അത് വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും കണ്ടെത്താൻ ഈ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് വേസ്റ്റ് നീക്കം ചെയ്ത് അത് കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ്. വേസ്റ്റ് നീക്കം ചെയ്ത് അതിനൊരു കൃത്യമായ ഒരു കണക്ക് കണ്ടെത്തിയാൽ, അതായത് നേരത്തെ ദൃശ്യങ്ങളിൽ ആ റോബോട്ടിന്റെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അതിനുള്ളിൽ നിന്നും അത് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം അത് ദൃശ്യങ്ങൾ കൃത്യമായി കണ്ടതാണോ എന്ന അത് ആ സാഹചര്യം, അതായത് ദൃശ്യങ്ങളിൽ കണ്ടത് അത് കൃത്യമാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും അത് പരിശോധിച്ച് വ്യക്തമായാൽ മാത്രമാണ് അവിടെ ഈ കാണാതായ ആളെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സംശയത്തിന് മേൽ മാത്രമാണ് പരിശോധന തുടരുന്നത്. ഇപ്പോൾ മറ്റു സ്ഥലത്തൊന്നും പരിശോധിക്കുന്നില്ല. അതായത് ഇന്നലെ പരിശോധിച്ച ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്തുള്ള മാൻഹോളിലൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല. അത് 2 തവണ ഇന്ന് സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി പരിശോധിച്ചതാണ്. ഇന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു തെളിവ് ലഭിച്ചു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഭാഗത്ത് തന്നെ ഊർജിതമായുള്ള പരിശോധന നടത്തുന്നത്. വലിയ ശക്തമായ പരിശോധനയാണ്. ഇത് കാണാൻ തന്നെ നിരവധി ആളുകൾ കൂടുന്ന സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട്. കാരണം ട്രെയിനിൽ വരുന്ന ആളുകൾ പോലും ഇറങ്ങുന്നുണ്ട്. പരിസരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടേക്ക് വന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. ഈ വാർത്ത ഇറങ്ങി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഏതായാലും അതാണെങ്കിൽ പോലും ഇപ്പോൾ പോലീസിന്റെ ഒരു സംരക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു തടസ്സം നീക്കിയെടുക്കാനായി സാധിക്കുന്നുണ്ട്. ഏതായാലും
അത് വലിയ ഒരു ആശങ്കയായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ വേസ്റ്റ് നീക്കുന്തോറും അടിയിലുള്ള വേസ്റ്റ് മുകളിലേക്ക് വരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എത്ര ടണ്ണ് വേസ്റ്റ് മാറ്റിയിട്ടും വീണ്ടും വീണ്ടും വേസ്റ്റ് അടിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ തോടിന്റെ ആഴം വളരെ കാര്യമായിട്ടുണ്ടെങ്കിൽ പോലും ഈ വേസ്റ്റ് അതിന് ആഴമില്ലാതിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് വേസ്റ്റുകളുടെ മറ്റു വേസ്റ്റുകളും ഉണ്ടെങ്കിൽ പോലും ഇത് ഒരിക്കലും നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഈ പ്രവർത്തനം, അതായത് തെരച്ചിൽ നടത്താനേ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആകെയുള്ള പ്രതീക്ഷ ഈ ദൃശ്യങ്ങളിൽ, റോബോട്ടിന്റെ ദൃശ്യങ്ങളിൽ കണ്ടതുകൊണ്ടാണ്. ഏതായാലും അതിനുള്ളിൽ നിന്ന് കവർ നീക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വേസ്റ്റ് നീക്കിയതിനു ശേഷം ആ ആളെ കണ്ടു എന്ന് സംശയിക്കുന്ന ആ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തും. അതിനുള്ളിൽ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് വളരെ വേഗത്തിൽ നടത്താൻ തന്നെയാണ് ഒരു തീരുമാനമായിരിക്കുന്നത്. വിഷ്ണു, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മറ്റൊരു സ്കൂബ ഡൈവിംഗ് ടീം അംഗം കൂടുതൽ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതാണ്. ഈ ടീം അംഗങ്ങൾക്കായാൽ പോലും കൂടുതൽ സമയം ഈ ടണലിനുള്ളിൽ നിൽക്കാൻ കഴിയാത്തത് അതൊരു വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും അതിനുള്ളിൽ വായു കയറുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ്. കാരണം അത്രത്തോളം വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സാഹചര്യം, അതായത് ഈ വേസ്റ്റ് കുടിക്കിടക്കുന്നതിന്റെ അകത്തേക്ക് ആള് കയറി പോകുന്നുണ്ട്. ഈ കയറിപ്പോയ ആള് തിരികെ അതായത് വരുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ വരുന്നുണ്ട്. കാരണം ഇവിടെ ഒരു 20 മിനിറ്റിന് കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിനുള്ളിൽ അത്രത്തോളം മാലിന്യമുണ്ട്. അതിന്റെ ദുർഗന്ധവും അത്രത്തോളം രൂക്ഷമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വേസ്റ്റ് വലിച്ചു പുറത്തുന്നത് പോലെ തന്നെ അതിനേക്കാൾ പ്രയാസമാണ് അതിനുള്ളിലേക്ക് കയറി പോകുന്നത്. അതായത് സ്കൂബ ഡൈവേഴ്സ് പോയാലും ഒരു അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട സാഹചര്യമാണ്. അത് കൂടുതൽ ശ്രമമുണ്ട് എന്തായാലും വൃത്തിയാക്കാനും അതിനുള്ളിലേക്ക് പോയി ആ ആളെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരാനും ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും ഒരു വലിയ സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ തരുന്ന ഒരു കാര്യം. NDRF സംഘവും ഇവിടെയുണ്ട്. അതോടൊപ്പം സ്കൂബ ഡൈവേഴ്സ്, ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സിന്റെ ജോലിയാണ് കൂടുതലായി നടത്തുന്നത്. കാരണം അവരുടെ സഹകരണമാണ് ഏറ്റവും വേണ്ടത്. അവർ കാര്യമായി സഹകരിച്ചാൽ മാത്രമാണ് ഇത് കൃത്യമായി ഇതിന്റെ ഒരു പ്രവർത്തനം നടത്തുക. അത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഉടനെ തന്നെ അത് കണ്ടെത്താൻ സാധിക്കുമെന്നും ഈ തെരച്ചിൽ 26 മണിക്കൂറിലെത്തി നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അത് ഇനിയും വൈകാതെ അത് കണ്ടെത്താൻ സാധിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തിരിച്ചെത്താം. കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ നൽകും. അനുപ്രിയ, നേരത്തെ റോബോട്ടിക് ക്യാമറയിൽ കണ്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങൾ ടണലിനുള്ളിലേക്ക് പോയി പരിശോധന നടത്തിയത്. അവരുടെ പരിശോധനയിൽ അങ്ങനെ മനുഷ്യ ശരീരമെന്ന് തോന്നിപ്പിക്കുന്ന യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പുറത്തു വന്ന ശേഷം പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ലിബീഷ്, ഇപ്പോൾ കിട്ടിയ ഒരു പുതിയ വാർത്ത അനുസരിച്ച് നേരത്തെ ജെൻ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞത് മനുഷ്യ ശരീരം അല്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചാക്കിൽ കെട്ടിയൊരു മാലിന്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു നിഗമനം. ഇപ്പോൾ നേരത്തെ മുങ്ങൽ വിദഗ്ധർ ക്യാമറയിൽ പതിഞ്ഞ സ്ഥലത്തേക്ക്, അതായത് ടണലിലെ 10 മീറ്റർ അപ്പുറത്തേക്കായിരുന്നു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ അവിടെ മനുഷ്യ ശരീരമെന്ന് തോന്നിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് സ്കൂബ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം ഇപ്പോൾ കാണാൻ സാധിച്ചില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ജെൻ റോബോട്ടിക് ടീമിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് മൃതദേഹമല്ല, മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളല്ല, അത് ചാക്കിൽ കെട്ടിയ മാലിന്യമായിരുന്നു എന്ന വാർത്തയാണ്. ഇത് അല്പം നിരാശ തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്നാലും ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീം പരിശോധന നിർത്തിയിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് പരിശോധനയ്ക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടർ അതിന് അല്പസമയത്തിന് കൂടെ മാത്രമേ ആ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശോധന നടത്താൻ ആവശ്യമായ മതിയായ ഓക്സിജൻ ഇവർക്ക് വേണ്ടിവരും. അതുകൊണ്ട് ഇപ്പോൾ പരിശോധന നിർത്തിയിട്ടില്ല. പരിശോധന അല്പസമയം കൂടി നടത്താനാണ് സാധ്യത. ഏതായാലും ജോയിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാകുന്നതുവരെ ഈ പരിശോധന തുടരും എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരെയും വിശ്വാസവും അതുപോലെ തന്നെ പ്രാർത്ഥനയും. വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ 2 ടീം അംഗങ്ങൾ കൂടി ടണലിനുള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഇവരുടെ ഈ പരിശോധന കൂടാതെ റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് നടക്കുന്നത്?
തിരുവനന്തപുരത്ത് ആമയഞ്ചാൻ തോട്ടിൽ കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. അവിടെ നേരത്തെ റോബോട്ടിക് ക്യാമറയിൽ കണ്ട ദൃശ്യങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെതല്ല എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങൾ എത്തിയിരിക്കുന്നത്. അവരിൽ 2 പേർ ഈ ടണലിനുള്ളിലേക്ക് പോയി പരിശോധന നടത്തിയിരുന്നു. അവിടെ അത്തരത്തിലൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വീണ്ടും 2 പേർ ടണലിനുള്ളിലേക്ക് പോയി പരിശോധന നടത്തുകയാണ്. അനുപ്രിയ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുപ്രിയ, എന്തായാലും ഈ പരിശോധനകൾ തുടരുകയാണ്. സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ പരിശോധനയ്ക്കൊപ്പം റോബോട്ടിക് മെഷീനുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നടക്കുന്നത്? ആ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ലിബീഷ്, ഇപ്പോൾ ഈ സ്കൂബ ഡൈവിംഗ് ടീം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ടണലിനുള്ളിലെ ചെളിയും അതുപോലെ തന്നെ ഈ കട്ടുകൂടിയ മാലിന്യവുമാണ്. ഈ ചെളി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതിനാൽ അവർക്ക് അങ്ങോട്ട് കൂടുതൽ ദൂരത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം കൂടി ഈ മുങ്ങൽ വിദഗ്ധർ ഈ സ്കൂബ ഡൈവിംഗ് ടീം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെ ഇവിടെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ രക്ഷാദൗത്യത്തിനെ കുറിച്ച് വലിയൊരു പരാതി ഉണ്ടെന്ന് വെച്ചാൽ കൃത്യമായ ഒരു ഏകോപനക്കുറവ് ഈ രക്ഷാദൗത്യത്തിൽ ഉള്ളതായി ഒരു പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംയുക്തമായ ഒരു പ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിരാശാജനകമായ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ ഉള്ള ഒരു സംഭവമായിരുന്നു ജെൻ റോബോട്ടിക് ക്യാമറയിൽ മനുഷ്യ ശരീരത്തിൻ്റെ ചില ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചത്. എന്നാൽ അത് ചാക്കിൽ കിട്ടിയ മാലിന്യമാണ് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദൃശ്യം പതിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്കൂബ ഡൈവിംഗ് ടീം ടണലിൻ്റെ ഉള്ളിലേക്ക്, അതായത് 10 മീറ്റർ ഉള്ളിലേക്ക് പോയത്. എന്നാൽ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. കൂടുതൽ ദൂരത്തേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കട്ടുകൂടിയ ചെളിയും അതുപോലെ തന്നെ ഈ പാറ പോലെ ഉറച്ചിരിക്കുന്ന മാലിന്യ കൂമ്പാരവുമാണ്. ഇതിനെയെല്ലാം കടത്തിക്കൊണ്ട് ഇതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഇവർക്ക് മുന്നിലുണ്ട്. അതുതന്നെയാണ് ഈ മുങ്ങൽ വിദഗ്ധർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഏതായാലും നമുക്ക് ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അധികം വൈകാതെ തന്നെ എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.